ഞായറാഴ്ച രാവിലെയാണ് ഞാൻ പള്ളിയിൽ പോകാൻ റെഡി ആവാണ്. സോ ലെറ്റ്സ് ഡു എ സൺഡേ ബ്ലോഗ്. കുച്ചു താഴെ വാ, വെയിറ്റ് ചെയ്യാൻ സമയമില്ല, പെട്ടെന്നാട്ടെ. 11:45 കഴിയുമ്പോ അപ്പോഴത്തേനും വീണ് കോസ്കോന്ന് പോയിട്ട് ചിക്കൻ മാത്രം മേടിച്ചാ പോരാ. ഈ ആഴ്ച ഇവിടെ ലോങ് വീക്കെൻഡ് ആണ് കേട്ടോ, അപ്പൊ തിങ്കളാഴ്ച എല്ലാവർക്കും അവധിയാണ്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. നമ്മളിപ്പോ കോസ്കോയിലോട്ട് പോവാണ് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട്. മഴയുണ്ട് കേട്ടോ, ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ നിർത്താതെ ചെറിയ ഭയങ്കര മഴയല്ല എങ്കിലും ചെറിയ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കും. ഞായറാഴ്ചയും മഴയൊക്കെ ആയതുകൊണ്ടാണോന്ന് അറിയത്തില്ല, കോസ്കോയിൽ നല്ല തിരക്കായിരുന്നു. പെൻസിൽവേനിയയിലുള്ള മനുഷ്യർ മൊത്തം ഇതിൻ്റെ അകത്തുണ്ടായിരുന്നാ തോന്നുന്നു. എടുക്കട്ടെ വേണേ. മെയ് 10 എന്റെ ബർത്ത്ഡേ കഴിഞ്ഞു കേട്ടോ, പക്ഷെ ഈ വർഷം നമ്മൾ കേക്ക് ഒന്നും കട്ട് ചെയ്തില്ല. പക്ഷെ ഇന്ന് ഞങ്ങൾ വൈകിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ 3 പേരുണ്ട് മെയ് ബർത്ത്ഡേക്കാര്. അപ്പൊ വൈകിട്ട് അവരുടെ കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ കേക്ക് മേടിച്ചു. പീച്ചസ് ആൻഡ് ക്രീം കേക്ക്. കോസ്കോയിൽ ചെന്നാൽ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഫ്രീ സാമ്പിൾ ഫുഡ് കിട്ടുന്ന പരിപാടിയുണ്ട് കേട്ടോ. വന്ന സമയത്ത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, എല്ലാം മാറി മാറി കഴിക്കും എല്ലാം. പക്ഷെ ഇപ്പൊ അത്ര എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. എങ്കിലും ഒരു അര വയറ് നിറയ്ക്കാനുള്ള ഫുഡ് മിക്കവാറും നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ, ഇങ്ങനെ ഫ്രീ സാമ്പിൾ ഉള്ള ദിവസം പോയാൽ. കോസ്കോയിൽ കൂടെ വെറുതെ ഇങ്ങനെ ചുറ്റി നടക്കുന്നത് തന്നെ ഒരു രസമാണ്. നമ്മുടെ ഇവിടെ ഒത്തിരി സാധനങ്ങളൊന്നും അങ്ങനെ മേടിക്കാറില്ല. ചിക്കൻ, പാല്, മുട്ട, വെള്ളം, ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇവിടുന്ന് മേടിക്കുന്ന സാധനങ്ങൾ. ചിക്കൻ 3 ഉണ്ട്. ഇത് ഓർഗാനിക് ചിക്കന്റെ സെക്ഷൻ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ സാധാരണ ചിക്കനെക്കാളും ഡബിൾ വിലയാണ് ഈ ചിക്കന്. അപ്പൊ ഇത് മേടിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പയോട് ചോദിക്കുക വേണമെന്നുണ്ട്. ടെൻഡർലോയിനാണോ? കുച്ചുവിന് ഈ റോട്ടസറി ചിക്കൻ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശി. അവന്റെ ഒരു ഇഷ്ടമല്ലേ, അപ്പൊ അവനോട് പോയി എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ ഞാനും ബിബിനും അത് കഴിക്കത്തില്ല, അവൻ തന്നെ ഒറ്റയ്ക്ക് കഴിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേണം നമുക്ക് എടുക്ക്. ഓക്കെ, അടുത്ത ഫ്രീ ഫുഡ് സാമ്പിൾ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതൊരു ചിക്കൻ സോസേജ് ആയിരുന്നു കേട്ടോ. സാധാരണ ഞാൻ അങ്ങനെ ചിക്കൻ സോസേജസ് അധികം കഴിച്ചിട്ടില്ല, കുഴപ്പമില്ലായിരുന്നു. ചിക്കൻ ആണെന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട്. ബാക്കി മറ്റേ സോസേജ് ഒന്നും എനിക്ക് വലിയ ഇഷ്ടമുള്ള സംഭവമല്ല. ഇനി ഇവിടെ ഉള്ളത് ഒരു ജ്യൂസിന്റെ സെക്ഷൻ ആയിരുന്നു കേട്ടോ. അയ്യോ, എനിക്ക് ഇതുപോലൊരു മണ്ടത്തരം പറ്റാനില്ല. അല്ലെങ്കിൽ എനിക്കറിയാം, എനിക്ക് ഇവിടുത്തെ ജ്യൂസ് ഒട്ടും ഇഷ്ടമല്ല. ഏകദേശം നമ്മുടെ ടോണിക് ഒക്കെ ഉണ്ടല്ലോ, ടോണിക്കിന്റെ അതേ ചൊവയാണ് ഇവിടുത്തെ ജ്യൂസ്. എന്തായാലും അത് പാളിപ്പോയി. That one actually tasted like എന്തോ മെഡിസിൻ പോലെ. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പോയതിന്റെ ഇടയ്ക്ക് ബിബിനെ മിസ്സായി. കണ്ടു. കുച്ചു എന്താടാ വാട്ടർമെലൻ മേടിക്കാൻ ഈ ആഴ്ച? സാറിന് നീ എപ്പോഴും വേണമെന്ന് പറയാറുള്ളല്ലേ, എന്താ പറ്റിയ? നമ്മൾ അടുത്ത ഫ്രീ ഐറ്റം കണ്ടിട്ടുണ്ട്, എന്താ നോക്കാം. സ്മാർട്ട്. I know Swedish fish. I don't want. I know Swedish fish. Swedish fish you can have. ഇന്നത്തെ ഷോപ്പിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത പരിപാടിയാണ്. കോസ്കോയിൽ നിന്ന് വന്നാൽ ഇവർക്ക് 2 പേർക്കും ചീസ് പിസ്സ വേണം. അത് മേടിക്കാനായിട്ട് നിൽക്കുവാണ്. ഞാൻ ഒന്നും മേടിക്കാറില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ പിസ്സ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ വല്ലപ്പോഴും ഒരു കൊതി വരുമ്പോൾ ഞാൻ സ്ട്രോബെറി ഐസ്ക്രീം മേടിക്കും. ഇന്നലെ അത് മേടിക്കാൻ എനിക്ക് തോന്നിയില്ല, അപ്പൊ അതും മേടിച്ചില്ല. അപ്പം ഇതാണ് ഈ കോസ്കോയില് ഭയങ്കര, ഈ കോസ്കോയിലെ പിസ്സയുടെ ഫാൻസ് ആണ് കേട്ടോ കുറെ ആൾക്കാർ. കുച്ചു ഇസ് ലൈക്ക് എ ഭയങ്കര കൊതിയല്ലേ, കോസ്കോയിലെ പിസ്സയാണ് കുച്ചുവിന് ഇതുവരെ ഇവിടെ വന്നിട്ട് മടുക്കാത്ത ഒരേ ഒരു സാധനം. അപ്പൊ ഇത് ഇവരിങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ സെർവ് ചെയ്യുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. പിസ്സ മാത്രമല്ല, ഹോട്ട് ഡോഗ്, കുറെ ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഇവര് രണ്ടുപേരും, ഐ മീൻ ലൈക്ക് കുച്ചുവും ബിബിനും എപ്പോഴും ഈ ഒരു പിസ്സയാണ് മേടിക്കാറ്. അപ്പം അതുകൊണ്ട് ഹോട്ട് ഡോഗ് അവരവിടെ റെഡിയാക്കുന്ന കണ്ടില്ലേ. അപ്പം കുച്ചുവിന്റെ പിസ്സ എവിടെയാടാ? വന്നില്ലേ? വേണ്ട, കുച്ചുവിന്റെ പിസ്സയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പം കുച്ചു അത് മേടിക്കും. ഇപ്പം അതിന്റെ ഒരു ക്ലോസപ്പ് ഷോട്ട് വരെ നിങ്ങൾ കണ്ടോളൂ. ഓക്കെ, കുച്ചു ഇസ് ഹാപ്പി വിത്ത് ഹിസ് പിസ്സ അല്ലേ. അപ്പൊ കോസ്കോ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. വിനി ചേച്ചി ഭയങ്കര ഒരു ഗ്ലൂമി ഡേ. സണ്ണ് ഈ പരിസരത്തൂടെ, ഐ മീൻ സൂര്യൻ ഈ പരിസരത്തൂടെ വന്നിട്ടേ ഇല്ല. എന്താണെന്നറിയത്തില്ല, വീക്കെൻഡ് ആവുമ്പം സൂര്യൻ വിചാരിക്കും സൂര്യൻ അങ്ങ് റെസ്റ്റ് ചെയ്തേക്കാണ്. ഐ ഡോണ്ട് നോ, പ്ലീസ് കം ബാക്ക്, ഐ വാണ്ട് സം സൺലൈറ്റ്. അപ്പോൾ ഗൈസ് തിരിച്ചു വന്നിട്ട് ഭയങ്കര തിരക്കായിപ്പോയി. നമ്മൾ കോസ്കോയിൽ നിന്ന് മേടിച്ചിട്ട് വന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു, ചിക്കൻ കറി വെച്ചു. ഇനിയിപ്പോൾ അടുത്ത എന്താ പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ വീടുണ്ട്, ഇവിടുന്ന് ഒരു 40 മിനിറ്റ്സ് ഡ്രൈവ് അങ്ങോട്ട് പോവാണ്. അപ്പം നമ്മൾ ഇന്ന് അവിടുന്ന് ഡിന്നറെല്ലാം നമ്മൾ ഒരുമിച്ചാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ കറി വെച്ച ചിക്കനായിട്ട് പോവും.
അവരവിടെ എന്തെങ്കിലും കറിയൊക്കെ വെക്കുന്നുണ്ടായിരിക്കും, നമ്മൾ ഒരുമിച്ച് ഡിന്നർ കഴിക്കും, പിന്നെ എന്തെങ്കിലും വർത്താനൊക്കെ പറഞ്ഞിരിക്കുമായിരിക്കും, പിന്നെ ഒരു സിനിമ കാണും, എന്നിട്ട് നമ്മൾ തിരിച്ചു പോരും. സ്ലീപ്പ് ഓവർ അങ്ങനെയൊന്നുമില്ല. നാളെ നമുക്ക് ഇവിടെ അവധിയാണ് കേട്ടോ. നാളെ തിങ്കളാഴ്ച ഇവിടെ മെമ്മോറിയൽ ഡേ ഹോളിഡേ ആണ്. അപ്പം അവിടെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ട് വന്നാലും കുഴപ്പമില്ല. നാളെ സ്കൂളും ഓഫീസും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സോ അപ്പൊ നമുക്ക് പോകുന്ന വഴികളും ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. യാ, സെയിം സ്പീഷീസ് അല്ല, സെയിം ബേർഡ് ആയിരുന്നു. ഐ തിങ്ക് ദാറ്റ് ബേർഡ് ഇവിടെ നെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വല്ലതും ആയിരിക്കും. എനിക്ക് കേക്ക് കണ്ടിട്ട് കൊതിയായിട്ട് എനിക്ക് പെട്ടെന്ന് ഇവിടെ കേക്ക് കട്ട് ചെയ്താലോ. സോ ഗുഡ്. ഞാനൊന്നും കഴിച്ചില്ല. ഞാൻ കേക്ക് കട്ടിയല്ലേ, ചായ കുടിക്കുന്നതിൻ്റെ കൂടെ കേക്ക് കട്ടിയാൽ മതി. പറഞ്ഞു നോക്കാം. നമ്മള് സദസ്സിലെത്തി കഴിഞ്ഞ പിന്നെ സദസ്സിന്റെ ഭൂരിപക്ഷ അഭിപ്രായം. ഡോറ് തുറന്നാ? ഹലോ. അപ്പൊ രശ്മി ചേച്ചി ഇവിടെ ചിക്കൻ കബാബ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. അപ്പം അതിന്റെ ഒരു ചെറിയൊരു റെസിപ്പി പോലെ ഞാൻ വേണേൽ ഷെയർ ചെയ്യാം. അപ്പൊ ഗ്രൗണ്ടഡ് ചിക്കൻ മേടിച്ചിട്ട് എന്തൊക്കെയാ ചേച്ചി ഇട്ട്, നമ്മുടെ സാധാരണ സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ആവശ്യമുള്ള സബോള, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നമ്മുടെ ഗരം മസാല, ഒലിവ് ഓയിൽ എല്ലാം കൂടി ഇട്ട് ഉപ്പും എല്ലാം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. വെരി സിമ്പിൾ ആണ് കേട്ടോ. നമ്മുടെ കട്ട്ലറ്റിന്റെ വേറൊരു വേർഷൻ. അപ്പം കട്ട്ലറ്റ് ആകുമ്പോൾ നമ്മൾ അത് പിന്നെ അത് മാവിലൊക്കെ മുക്കി എണ്ണയിലിട്ട് വറക്കുമല്ലോ. ഇതങ്ങനെ വറക്കൊന്നും ചെയ്യണ്ട. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ബേക്ക് ചെയ്താണ് എടുക്കുന്നത്. ലൈക്ക് ബേക്ക് ആൻഡ് റോയിൽ, ഈ രണ്ട് പ്രോസസ്. ബേക്കിംഗ് സ്പ്രേ അല്ലേ? അതെ. ഇല്ല ഇത് അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞുണ്ടാക്കാന്ന്. ഓ, ഇവിടെ ഞാൻ പക്ഷെ കണ്ടത് എനിക്ക് മനസ്സിലായി മിക്സഡ് റിവ്യൂ ആയിട്ടാ. ചിലവര് ഭയങ്കര നല്ലതാന്ന് പറയുന്നുണ്ട്, ചിലര് അല്ലേ ഈ മോഹൻലാലിന്റെ സിനിമ ഫാൻസ് അത് അങ്ങനെ ഒരു ബയാസ്ഡ് ആയിരിക്കും. ഞാനിപ്പോ പോയിട്ട് കണ്ട നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എന്ത് പറയും, നല്ലതാന്ന് പറയും. കാണാൻ നല്ലതാണ്, വിചാരിക്കുന്ന പോലെ മോശമല്ല. പക്ഷെ ചിലതൊക്കെ പൊട്ട സിനിമ. അത് ചിക്കനോ അതുകൊണ്ടാണ് അത് ഫുഡ് ഉണ്ടാക്കുന്നത് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഫുഡ് ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലായത് വെച്ചതാണ്. നമ്മള് ഗ്രൗണ്ടഡ് ബീഫ് മേടിച്ചിട്ട് പിന്നെ അതുകൊണ്ട് ഗ്രൗണ്ടഡ് ചിക്കൻ ആ രണ്ടെണ്ണം കൂടി ചേർക്കണം തോന്നുന്നു അല്ലേ, എന്നാലേ ആവുള്ളൂ അല്ലേ? ഉള്ളത് വെക്കുന്ന ആൾക്കാരോ അല്ല ഇതിനെ കണ്ടാ ഇത് പരന്നാലും കുഴപ്പമില്ലാന്ന്. നമ്മൾ അധികം എമൗണ്ട് ഓഫ് ടൈം കുറച്ചാൽ മതി. ഏതെങ്കിലും എടുത്തോളൂ. ചേച്ചിക്ക് ഫില്ലായിട്ട് ഇരിക്കണായിരുന്നോ? ഇഷ്ടമായിട്ടോ ഈ സാധനം ഉണ്ടാക്കണം നല്ലത്. എങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല രസത്തിൽ ഉണ്ടാക്കാം. ഇത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാതെ. ചിലപ്പോ ബ്രോയിൽ ചെയ്തപ്പോഴേ മോൾക്ക് ശരിയായി കാണും. അയ്യോ തീരെ ആയിട്ടില്ല. ഇങ്ങനെയല്ല ഇരിക്കുക, ഡ്രൈ ആയിട്ടിരിക്കുക. അപ്പൊ ഞാൻ 400 ഡിഗ്രിയിൽ വെച്ചാൽ ഒരു 10 മിനിറ്റ്സും കൂടി. ഇതെന്നാലും ഡ്രൈ വെള്ളം പോലെ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു കേട്ടോ. അത്ര ബാബു സ്റ്റൈലായിട്ടില്ല. വെള്ളം തൊട്ടപ്പോ ഒഴിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ കഴുകിയ ചിക്കൻ്റെ വെള്ളത്തിൽ കിടക്കൂലായിരുന്നു. പക്ഷെ വെള്ളം ഉണ്ടായില്ല ചേട്ടപ്പോ. വെള്ളം ഐസ് ഉണ്ടായിരുന്നില്ല ചേച്ചി. എന്താ അത് ടേസ്റ്റ് ഉണ്ടാ? വെള്ളം ഒന്നുകൂടെ ക്രിസ്പി ആയാൽ മതി അല്ലേ, കുറച്ചുകൂടെ വെള്ളം പറ്റി. ചേട്ടൻ എക്സൽ ഷീറ്റ് എടുത്ത് ചിലപ്പോ അതില് മൾട്ടിപ്ലൈ അടക്കം ചെയ്യും. എനിക്ക് കുക്കിംഗ് റെസിപ്പീസ് ഒക്കെ ബാക്കില് നല്ല ടേസ്റ്റ് ചേച്ചി. ഇങ്ങനെ മുറിച്ചിട്ട് പിന്നെ സെന്ററിൽ ഒരു മുറി മുറിച്ചാൽ സോ ദാറ്റ് അല്ലേ? താമരൂ നല്ല ടേസ്റ്റ് അല്ലേ?